ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമില്ലേ? ഇന്ന് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബോ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു ടിയാര വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ. അപ്പം നമുക്ക് വീഡിയോ മുഴുവനായിട്ടും കാണണം, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ഭാഗങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവത്തില്ല. അപ്പോൾ മുഴുവനായും കാണാനൊന്ന് ട്രൈ ചെയ്യണം. അപ്പോഴും എല്ലാവരും എപ്പോഴും ചെയ്യുന്ന പോലെ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ യൂസ്ഫുൾ ആണെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിലും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ബിഗിനേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ഇതുപോലുള്ള ഹെയർ ബാൻഡൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് മേക്കിംഗ് വീഡിയോ കാണാം. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന റോസ് ഫ്ലവർ എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മേക്കിംഗ് വേണമെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ എന്താ ചെയ്യുന്നത്, ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് പോളനാണ് കേട്ടോ. വൈറ്റ് കളർ പോളൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഡിഫറെൻറ്റ് സൈസിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഇച്ചിരി വലുതാണ്, പിന്നെ 2 സെയിം സൈസിലുള്ളതും. പിന്നെന്താ വേറെ ഇതിന് ഞാൻ യൂസ് ചെയ്യുന്ന 3mm ഒരു ഗിയർ വയറാണ് കേട്ടോ. ടിയാര മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹെയർ ബാൻഡിലാണ് മേക്ക് ചെയ്തെടുക്കുന്നത്. അതൊരു മെറ്റൽ ഹെയർ ബാൻഡാണ്, ഗോൾഡൻ കളർ. ഈ ടിയാര വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ഗിയർ വെയറിൻ്റെ ലെങ്ത് ഒരു 18 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്യാനാണെങ്കിൽ ഒരു 18 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ കട്ട് ചെയ്താൽ മതി. അതിനുശേഷം ആദ്യം സെൻറ്ററിൽ വരുന്ന ബീഡ്സ് ഞാനൊന്ന് ഇതിലൂടെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചുറ്റിയെടുക്കുമ്പോൾ കുറച്ച് ലെങ്ത്ത്, അതായത് ഒരു 1.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ വേണം ആ ഒരു ചുറ്റ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 സെൻറ്റിമീറ്ററോളം എൻ്റെ ലെങ്ത്ത് വന്നിട്ടില്ല ഇതിൻ്റെ അകത്ത്. നിങ്ങൾ ചെയ്യുമ്പോൾ 1.5 സെൻറ്റിമീറ്റർ തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ അത്രയും ഒരു ഭംഗി കിട്ടില്ല കേട്ടോ. ആ ഒരു ഭാഗം 1.5 സെൻറ്റിമീറ്റർ തന്നെ വരണം ഏകദേശം. പിന്നെ 2 ഭാഗത്തും നമുക്കിനി കോർത്തെടുക്കണം. അപ്പോൾ 1 സെൻറ്റിമീറ്ററോളം ലെങ്ത്തിൽ നമുക്ക് ചുറ്റിയെടുത്താൽ മതി. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. 2 സൈഡും ഒരുപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു ബീഡ്സ് 2 ഭാഗത്തും വരുന്ന ബീഡ്സ് ഒരേ ലെങ്ത്തിലായിരിക്കണം ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഇതിന് ചെറിയൊരു വർക്ക് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടിയത് കാരണം അത്ര ഒരു ഭംഗി കിട്ടുന്നില്ല. ഈ ഒരു സെൻറ്ററിലെ ബീഡ്സിന് കുറച്ചും കൂടി ലെങ്ത്ത് വേണം. ഞാൻ 1 സെൻറ്റിമീറ്റർ മാത്രമേ അതിൽ വരുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ 1.5 സെൻറ്റിമീറ്റർ എടുത്തോ. അപ്പോൾ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി നമുക്കിനി. ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിനി പോളൻ വെച്ചെടുക്കണം. ഇനി എന്താണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഈ ചെയ്തെടുത്ത ഒരു ടിയാര വർക്ക് ഈ ഒരു പോളൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് താഴെ വരുന്ന ആ ഒരു വയറുണ്ടല്ലോ, ആ ഗിയർ വയറിൻ്റെ ബാക്കി ഭാഗം ഈ ഒരു പോളൻ്റെ സ്റ്റെമ്മിലോട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് രണ്ടും തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് വെക്കണം. എന്നിട്ട് ആ പോളൻ്റെ ബാക്കി വരുന്ന ആ ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇനി നമ്മളിപ്പോൾ ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു ടിയാരയും പോളനും കൂടി നമുക്ക് ഈ റോസ് ഫ്ലവറിൻ്റെ പിറകിൽ ഭാഗത്തോട്ടായിട്ടൊന്ന് തുന്നിയിട്ട് ചേർത്ത് വെക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ സ്ട്രോങ്ങറായി കിടക്കാൻ ഈ ഒരു ത്രെഡിനെ കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഗ്ലൂവും കൂടി ലാഭിക്കാം. അതുകൊണ്ട് ഞാൻ ഇതിനെ ഇങ്ങനെ ഒന്ന് ഈ ഒരു സ്റ്റെമ്മ് വരുന്ന ഭാഗത്തോട്ട് വെച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തുന്നിയെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് മേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 ഫ്ലവേഴ്സ് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. അപ്പോൾ 4 ഫ്ലവേഴ്സ് ഇതുപോലെ ഞാൻ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ താഴെ ഭാഗത്ത് ഫോം ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ച് വെക്കണം റൗണ്ട് ഷേപ്പിലായിട്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി വേറൊരു ഫോം ഷീറ്റും കൂടി വേണം. അങ്ങനെ നമ്മൾ ടോട്ടൽ 8 ഫോം ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 4 ഫ്ലവേഴ്സിൻ്റെയും പിറകിലോട്ട് ഞാൻ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഫെൽറ്റ് ഷീറ്റ് കൂടി എക്സ്ട്രാ വേണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഒരു ഫ്ലവറും 1 by 1 ആയിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റൽ ഹെയർ ബാൻഡാണ് എടുക്കുന്നത്. കാരണം ഈ ഒരു ഗോൾഡൻ കളർ, ഈ ഒരു ബീഡ്സ് കൂടി ഗോൾഡൻ കളർ ആയത് കാരണം ഞാൻ കരുതി ഇതിന് റിബണൊന്ന് റോൾ ചെയ്തെടുക്കേണ്ട, സിമ്പിളായിട്ട് കാണാനാണ് നല്ലൊരു ഭംഗി. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്കിനി ഓരോന്ന് ഒട്ടിച്ചെടുക്കണം.
ഇങ്ങനെയാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് കാണാൻ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഒരു അറ്റയർ കിട്ടുന്ന ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ. ഈ കുട്ടികൾക്കൊക്കെ നല്ലൊരു ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ ഇട്ട് കൊടുക്കാൻ, അതേപോലെയുള്ള ഫ്രോക്കിന് മാച്ചായിട്ടുള്ള ഇങ്ങനെയുള്ള റോസ് ഫ്ലവറൊക്കെ മേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയുള്ളൊരു ഹെയർ ബാൻഡൊക്കെ ഇട്ട് കൊടുത്താൽ കുട്ടികളെ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഈ ഒരു പ്ലെയിൻ ഹെയർ ബാൻഡ് വെച്ചത് കാരണം എനിക്ക് ഒത്തിരി നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് കൂടുതലായിട്ടും ഒരു വർക്കൊന്നും അതിലേക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല. ആ ഒരു ഹെയർ ബാൻഡിൻ്റെ കളറും പിന്നെ ബീഡ്സിൻ്റെ കളറും സെയിം ആണല്ലോ. അപ്പോൾ സിമ്പിളായിട്ടിരിക്കാനാണ്, കാണുമ്പോഴാണ് ഒരു ഭംഗി കാണുന്നത്. അപ്പോൾ ഞാനതിലൊന്നും ചെയ്യേണ്ടെന്ന് കരുതി. പിന്നെ ഇതിൽ ചെയ്തിരിക്കുന്ന ടിയാര വർക്കൊക്കെ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.